കേക്കോ എനിക്ക് കേക്ക് ഇതാക്ക് ആവശ്യമായ സാധനങ്ങൾ മുട്ട പിന്നെ അമൃതം പൊടിയല്ലേ. മുട്ട അമൃതം പൊടി. ഓക്കെ, ഇത് മതിയാവും. ഇടണോ? വരുന്നുണ്ട്. ഇഞ്ഞൊന്നുണ്ടല്ലോ, ഇഞ്ഞൊന്നുണ്ടല്ലോ. അപ്പൊ നമ്മള് കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പൊട്ടിച്ചിടാ അല്ലേ. ഇഷാൻ അവിടെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്, നോക്കിക്കോളൂ. ഒരു മുട്ടയും കൂടെ എടുക്കണോ? വേണ്ടല്ലോ. കൺസിസ്റ്റിയോ എന്താ പറയാ, ഈ ഒരു പരുവത്തിൽ അല്ലേ. ഇതിലെന്തെങ്കിലും ഒഴിക്കണോ? വേണ്ടല്ലോ. ഒഴിക്കണോ? നോൺ സ്റ്റിക്കിലൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഗൈസ് നമ്മുടെ ഏകദേശം പാൻ കേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ അത് മറിച്ചിടാൻ പോവാണ്. നമുക്ക് ചെറിയൊരു ഹാർട്ട് ഷേപ്പ് വന്നിട്ടുണ്ട് അല്ലേ. അതാണ് എന്റെ. ആയിട്ടോ. നമ്മളത് ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതാ നോക്ക്, ഇത്രയല്ലേ ഉള്ളൂ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ഗൈസ് നമ്മുടെ അടുത്ത പാൻ കേക്കും കൂടി റെഡി ആയിരിക്കണം. നമുക്കിത് മറിച്ചിടാം. ഓക്കെ, സെറ്റ്. അപ്പൊ ഗൈസ് നമുക്കിനി ഒരെണ്ണം കൂടി ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിനി അതും കൂടി സെറ്റ് ആക്കാം. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഗൈസ്. കൂടി റെഡി ആയിക്കൊണ്ടിരിക്കണം ഗൈസ്. അപ്പൊ ഗൈസ് ഇതെല്ലാവരും വെക്കേഷനിൽ വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. അമൃതം പൊടി മുട്ടയും കൂടിയുള്ള പാൻ കേക്ക്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. പിന്നെ അവിടെ നിൽക്കടാ. ഇപ്പൊ നമുക്ക് ആദ്യം കുഞ്ഞാപ്പയ്ക്ക് തന്നെ കൊടുക്കാം അല്ലേ. കുഞ്ഞാപ്പ
ടേസ്റ്റിന്റെ പറയടാ. സൂപ്പർ പറയടാ. സൂപ്പർ. ഭയങ്കര ഇഷ്ടമാണ് അമൃതം പൊടി. ഇവിടെ ആയപ്പോ സൂപ്പർ സെറ്റ്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചോട്ടോ. അപ്പോ എല്ലാ ജിമ്മന്മാരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, ഇത് പറയണം. ഓക്കെ, അമൃതം പൊടിയാ വേറൊന്നും. സൂപ്പറാണ്. ഇവിടെ മിക്സ് ആണേ അമൃതം പൊടി മുട്ട. അങ്കണവാടിക്കാണേ. അപ്പൊ ഗൈസ് ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. ബണ്ണ് പോലെ ഉണ്ട്, പത്തിരി പോലെ ഉണ്ട് എന്നൊക്കെ കമന്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.